നമസ്കാരം. പ്രധാന വാർത്തകൾ. സർക്കാരിന് വീണ്ടും തിരിച്ചടി. ബി അശോകിന്റെ സ്ഥലമാറ്റത്തിന് സ്റ്റേ. കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോകിന്റെ സ്ഥലം മാറ്റത്തിൽ സർക്കാരിന് വീണ്ടും തിരിച്ചടി. ബി അശോകിനെ സ്ഥലം മാറ്റിയത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തു. അശോകിനെ കൃഷിവകുപ്പിൽ തന്നെ നിലനിർത്താൻ ട്രൈബ്യൂണൽ ഉത്തരവിട്ടിട്ടുണ്ട്. ബി അശോകിന്റെ ഹർജിയിൽ വിശദമായ വാദം പിന്നീട് കേൾക്കാമെന്ന് ട്രൈബ്യൂണൽ വ്യക്തമാക്കി. കസ്റ്റഡി മർദ്ദനത്തിൽ നടപടി വേണം. നിയമസഭാ കവാടത്തിൽ സത്യാഗ്രഹം പ്രഖ്യാപിച്ച് പ്രതിപക്ഷ നേതാവ്. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ സമരം പ്രഖ്യാപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭാ കവാടത്തിലാണ് സമരം ഇരിക്കുക. കവാടത്തിൽ സത്യാഗ്രഹം ഇരിക്കുന്നത് MLA സനീഷ് കുമാറും MLA AKM അഷ്റഫുമാണ്. പോലീസുകാർക്കെതിരെ നടപടിയെടുക്കും വരെ സമരമിരിക്കുമെന്നാണ് പ്രതിപക്ഷ നിലപാട്. കഴിഞ്ഞ ദിവസങ്ങളിലായി തൃശൂരിലെയും കുന്നംകുളത്തെയും പീച്ചിയിലെയും കസ്റ്റഡി മർദ്ദനങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. മാത്രമല്ല, ഇതിനെ തുടർന്ന് സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. വിഷയത്തിൽ 2.5 മണിക്കൂറിലധികമാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിൽ ചർച്ച നടന്നത്. കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാണ് പ്രതിപക്ഷം സഭയിൽ ആവശ്യപ്പെട്ടത്. തുടർന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. 10ാം ക്ലാസ് വിദ്യാർത്ഥി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ. കാസർഗോഡ് ബെന്തടുക്ക ഉന്തടുക്കയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കുണ്ടംകുഴി സ്കൂളിൽ പഠിക്കുന്ന ദേവികയാണ് മരിച്ചത്. 15 വയസ്സായിരുന്നു. ഇന്ന് രാവിലെയാണ് വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കിടപ്പുമുറിയിൽ സാരിയിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. ബെന്തടുക്ക ഉന്തടുക്കയിലെ സവിതയുടെ മകളാണ്. പിതാവ് നേരത്തെ മരിച്ചിരുന്നു. വിദ്യാർത്ഥിയുടെ മരണത്തിനിടയാക്കിയ കാരണം വ്യക്തമല്ല. ബേഡകം പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ ആരംഭിച്ചു. ആലപ്പുഴയിൽ വായ്പയെടുക്കാൻ അയൽവാസി ഹാജരാക്കിയ ആധാരം സ്വന്തം ചിട്ടിക്ക് ജാമ്യമാക്കി. 30 ലക്ഷം രൂപ തട്ടി KSFE ജീവനക്കാരൻ. വായ്പയെടുക്കാനായി അയൽവാസി ഹാജരാക്കിയ ഭൂമിരേഖകൾ സ്വന്തം ചിട്ടിക്ക് ജാമ്യമാക്കി 30 ലക്ഷം രൂപ തട്ടി റിമാൻഡിലായ KSFE ജീവനക്കാരനെ മണ്ണഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ തുടങ്ങി. താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും വസ്തു ഉടമ തന്നെ KSFEയിൽ നേരിട്ട് രേഖകൾ സമർപ്പിക്കുകയും ഒപ്പിട്ട് നൽകുകയുമായിരുന്നുവെന്നാണ് ചോദ്യം ചെയ്യലിൽ ഇയാൾ പോലീസിനോട് പറഞ്ഞത്. KSFE ആലപ്പുഴ അസിസ്റ്റന്റ് ജനറൽ ഓഫീസിലെ സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റ് മണ്ണേരി പഞ്ചായത്ത് 14ാം വാർഡ് കൂരുവേലിച്ചിറയിൽ S രാജീവിനെയാണ് അറസ്റ്റ് ചെയ്തത്. തെളിവുകളോ രേഖകളോ ഇല്ല. സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കാനാവില്ലെന്ന് പോലീസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കില്ല. കേസെടുക്കാനുള്ള തെളിവുകളോ രേഖകളോ ഇല്ലെന്ന് പോലീസ് വ്യക്തമാക്കി. തൃശൂരിൽ സുരേഷ് ഗോപിയും കുടുംബവും വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതുമായി ബന്ധപ്പെട്ട് മുൻ MP TN പ്രതാപനാണ് പരാതി നൽകിയത്. സുരേഷ് ഗോപിയും കുടുംബവും തൃശൂരിലേക്ക് വോട്ട് മാറ്റിയത് വ്യാജരേഖ ചമച്ചുകൊണ്ടാണെന്നും സത്യവാങ്മൂലം നൽകിയത് വ്യാജമായിരുന്നുവെന്നും തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് TN പ്രതാപൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയതിനു ശേഷമാണ് കേസെടുക്കാൻ സാധിക്കില്ലെന്ന് പോലീസ് അറിയിച്ചത്.